അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ചേർന്നിട്ട് തൊടുപുഴ വരെ ഒന്ന് പോവാണ്. വരുന്നത് എൻ്റെ കസിനും പിന്നെ അതുപോലെ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ബ്രദറുമാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ പട്ടാമ്പിയിൽ നിന്ന് എറണാകുളം ജംഗ്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതുവരെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് വഴിയേ തന്നെ പറയാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഓൺലൈൻ സ്ഥാപനമായിട്ടുള്ള എൻ്റെ സ്വന്തം കാലുമാക്സ് സെൻറ്ററിലേക്ക് എൻ്റെ കൂടെയുള്ള ടീമിനെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ യാത്ര. അപ്പം ഞങ്ങൾ നേരെ എറണാകുളം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ 12:50 കയറി ഞങ്ങൾ 4 മണിക്കാണ് കേട്ടോ എറണാകുളം ജംഗ്ഷനിലെത്തിയത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് ഭക്ഷണം കഴിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ ഈ കാണുന്ന കുഴിമന്തി കടയിൽ കയറി. വിശപ്പിൻ്റെ ഇടയിലാണെന്ന് തോന്നുന്നു, കണ്ണ് കാണാത്തതുകൊണ്ട് കടയുടെ പേരൊന്നും ഞാൻ വായിക്കാൻ നിന്നില്ല. നേരെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല അടിപൊളി കുഴിമന്തി ആയിരുന്നു. ഇനി വൈറ്റിലെ ഹബ്ബിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ വൈറ്റിലേക്ക് ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ മെട്രോയിൽ ഞങ്ങൾ കയറുന്നത്. അതിൻ്റെ തപ്പിത്തരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ മെട്രോ വന്നിട്ടുണ്ട്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ അങ്ങനെ തന്നെ ഞങ്ങൾ മെട്രോയുടെ ഉള്ളിലോട്ട് കയറി കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞ് തീരുമ്പോഴേക്കും ഞങ്ങൾ വൈറ്റിലെത്തി കേട്ടോ. അപ്പോൾ കാണുന്നത് വാട്ടർ മെട്രോ ആണ്. അപ്പോൾ ഇത് ഓപ്പണൊന്നും ആയിരുന്നില്ല. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ നടന്നു മൂവാറ്റുപുഴയ്ക്ക് KSRTC കയറി കേട്ടോ. അപ്പോൾ KSRTC നേരെ മൂവാറ്റുപുഴ എത്തി. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തൊടുപുഴയ്ക്ക് KSRTC കയറണം. ഞങ്ങൾ ഫുള്ള് KSRTCയിലാണ് കേട്ടോ പോയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദാഹിച്ചപ്പോൾ സർവത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കണ്ട 2 മഞ്ചും കൂടി ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ തൊടുപുഴയ്ക്ക് കയറി. 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ തൊടുപുഴ എത്തി. പിന്നെ ഞങ്ങൾ മാം പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.